ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തേത് ഡേ 4 ഓഫ് ചാലഞ്ചാണ്. ഡേ 3 ചാലഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. എന്നാലും ഞാൻ ഇന്നലെ ബാക്ക് വർക്കൗട്ടായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മിസ്റ്റേക്സൊക്കെ തിരുത്താൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി അത് തിരുത്തുന്നതായിരിക്കും. ഇനി വർക്കൗട്ട്സിൽ മിസ്റ്റേക്സ് ഇല്ലാതെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. ട്രെയിനറുടെ ഗൈഡൻസ് ഞാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്ന് ഞാൻ എണീറ്റേക്കുന്നത് ഒരു 7:30 ആയപ്പോഴാണ്. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു 9:30-10 മണി ആവാറായിട്ടുണ്ട്. ബിക്കോസ് ഇന്നലത്തത് എനിക്ക് ഒട്ടും വയ്യായിരുന്നു, നല്ല തലവേദന ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രഷ് ആയില്ല, പല്ലൊക്കെ തേക്കാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. ഇന്ന് ക്ലാസ് ഒന്നുമില്ല, ഇന്ന് ജിമ്മിന് പോകണം. ഒട്ടും സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ഞാൻ മോർണിംഗ് ഡീടോക്സിഫൈൻ ഡ്രിങ്ക് തന്നെയാണ് കുടിക്കുന്നത്. ഇന്നലെ ഞാൻ ഫ്രഷ് ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്യാം. ബീട്രൂട്ടിൻ്റെ കളറ് കണ്ടിട്ട് ഫുള്ള് റെഡ് കളർ ആയതുകൊണ്ട് ഞാനിപ്പോൾ ബീട്രൂട്ട് ആഡ് ചെയ്യാത്തത്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമുള്ള ഡ്രിങ്കാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ആദ്യമായിട്ട് കുടിക്കുന്ന സമയത്ത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്കിത് കുടിക്കുമ്പോൾ തന്നെ ഓക്കെ ഡീടോക്സിഫൈങ് എന്ന് നമുക്കൊരു മനസ്സിലൊരു തോന്നലുണ്ട്. അതുകൊണ്ട് കുടിക്കണം. വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇതിൽ ചിയാ സീഡും കൂടെ സോക്ക് ചെയ്തിട്ടുണ്ട്. അത് മോർണിംഗ് തൊട്ടിട്ട് ഞാൻ ഇത് തന്നെയാണ് ജിമ്മിന് പോകുമ്പോൾ എടുക്കണത്. ഒട്ടും സമയമില്ല, നമുക്ക് പെട്ടെന്ന് പല്ല് കഴിക്കണം, ഫുഡ് കഴിക്കണം, ഡ്രസ്സ് മാറണം. ഇന്നെങ്കിലും ട്രെയിനർ പോകുന്നതിന് മുന്നേ അവിടെ എത്തണം. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫുഡ് വന്നിട്ട് ഒരു ചെറിയ പീസ് പുട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് പോമഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്, 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, 2 സ്ലൈസ് ഓഫ് കുക്കുംബർ എടുത്തിട്ടുണ്ട്, കൂടെ ഗ്രീൻ ടീയും കൂടെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ്. നമുക്ക് പെട്ടെന്ന് കഴിക്കാം. കോമ്പിനേഷൻ കൊള്ളാട്ടോ. ആദ്യമായിട്ട് ഞാൻ പുട്ടിൻ്റെ കൂടെ പോമഗ്രാനൈറ്റ് കഴിക്കണം. അടിപൊളി കോമ്പിനേഷൻ, നല്ല സ്വീറ്റ് ടേസ്റ്റും കൂടെ ആകുമ്പോൾ അതിൻ്റെ കൂടെ നല്ല മധുരം വരും. കാരണം ടേസ്റ്റിന് നല്ല മധുരമാണല്ലോ. അങ്ങനെ ഞാൻ ജിമ്മിലെത്തിയിട്ട് ആദ്യം തന്നെ വാമപ്പ് എക്സസൈസ് ആണ് ചെയ്യണത്. ഇത് ഞാൻ എന്നും ഡെയിലി മറക്കാതെ ചെയ്യാറുണ്ട്. ഞാൻ പോയ സമയത്താണെങ്കിൽ ജിമ്മിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ വാമപ്പ് എക്സസൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന് എൻ്റെ ബൈസെപ്സിന്റെ ഡേ ആണ്. ആദ്യം തന്നെ ഞാൻ ചെയ്തേക്കണത് ക്യാബിൾ ബൈസെപ്സ് കേളാണ്. വർക്കൗട്ട് നമ്മുടെ ബൈസെപ്സിനെ ഐസോലേറ്റ് ചെയ്യാനും ചലഞ്ച് ചെയ്യാനും ഒരു എഫക്റ്റീവായ വർക്കൗട്ടാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഈ വർക്കൗട്ട് ഞാൻ 15 കൗണ്ട് 3 സെറ്റ് ആയിട്ടാണ് ചെയ്തേക്കണേ. സെക്കൻഡ് വർക്കൗട്ട് ഞാൻ ചെയ്തേക്കണത് ബാർബൽ കേളാണ്. അതിൽ ഞാൻ പ്ലെയിൻ ബാറാണ് യൂസ് ചെയ്തേക്കുന്നത്, വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ല. വർക്കൗട്ട് നമ്മുടെ മസിൽ ഗ്രോത്തിനും സ്ട്രോങ്ങർ ബൈസെപ്സ് സെറ്റ് ചെയ്യാനാണ് ചെയ്യണത്. ഈ വർക്കൗട്ട് ഞാനൊരു 15 കൗണ്ടിന്റെ 3 സെറ്റാണ് ഞാൻ ഇന്ന് ചെയ്തേക്കണത്. നെക്സ്റ്റ് ബൈസെപ്സിന്റെ വർക്കൗട്ട് ഞാൻ ചെയ്തേക്കുന്നത് പ്രീച്ചർ ഹാമർ ഡംബൽ കേൾ ആണ്. ഇത് ഞാൻ ഒരു 15 കൗണ്ട് 3 സെറ്റാണ് ഞാൻ എടുത്തേക്കണത്. ഈ വർക്കൗട്ടിൽ ഞാൻ എടുത്തേക്കുന്ന വെയിറ്റ് 5 kg ഡംബലാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ കേൾ ആണ്. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന വെയിറ്റ് 5 kg ഇൻ 1 ഹാൻഡ് ആണ്. ഈ വർക്കൗട്ട് ഞാൻ 15 കൗണ്ട് 3 സെറ്റാണ് ഇന്ന് ചെയ്തേക്കുന്നത്. ചെയ്തേക്കുന്ന വർക്കൗട്ട് കോൺസെൻട്രേഷൻ കേൾ ആണ്. ഇത് 15 കൗണ്ടിന് 3 സെറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ബൈസെപ്സിന്റെ ലാസ്റ്റ് വർക്കൗട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഹാമർ കേൾ ആണ്. ഇതും ഞാൻ 15 കൗണ്ടിന്റെ 3 സെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത്.
വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് ഞാൻ കുറച്ച് കാർഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞാൻ ഡീടോക്സിഫൈങ് ഡ്രിങ്ക് ആണ് കുടിക്കണേ. സോ നമ്മളെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ വർത്താനം പറഞ്ഞ് ഇരുന്ന് പോയി. സോ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ കഴിച്ചേക്കുന്ന ഫുഡ് 250 ഗ്രാം റൈസ് ആണ്, പിന്നെ സാമ്പാറും മീൻകറി എടുത്തേക്കണേ. അടുത്ത വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടാണ് എനിക്ക് സാലഡ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാവുന്നേ. രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതെ തന്നെ ഞാൻ കിടന്നേക്കണത്. പെട്ടെന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ നൈറ്റ് ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.